ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടൂറിസ്റ്റ് ബസ്സാണ് വെച്ച് കളിക്കാൻ പോണത്. ഞാൻ ഇതുവരെ ആയിരിക്കും എൻ്റെ ചാനലിൽ ടൂറിസ്റ്റ് ബസ് വെച്ചിട്ട് കളിച്ചിട്ടില്ല. ഇത് പിന്നെ മൂൺ ലൈറ്റ് ആണ് കേട്ടോ. മൂൺ ലൈറ്റ് വൈൽഡ് ബോയ് ആ ലിവറിയാണ്. ഇത് പിന്നെ ഏത് നാട്ടിലത്തെ വണ്ടിയാണെന്ന് എനിക്കറിയത്തില്ല. അതെന്തിലോട്ട് നമുക്ക് തൽക്കാലം ഈ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഈ വണ്ടി അങ്ങനെ നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി എടുത്ത് പോവാം. ഒരു ഞാൻ സെറ്റിങ്സ് ഒന്ന് സൗണ്ട് കുറയ്ക്കട്ടെ. എന്താ അറിയില്ല, ഭയങ്കര സൗണ്ട്. ഓക്കെ നമ്മളങ്ങനെ 3 ഇട്ടിട്ടുണ്ട് സൗണ്ട്. ഇനി നമുക്ക് ഈ വണ്ടി എടുത്ത് വെച്ച് പറപ്പിക്കാം. നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കാം. ഈ വണ്ടി ഇടിക്കുന്നു. കുഴപ്പമില്ല. ഇതെന്ത് വീണ്ടും ഇടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഏത് ബസ് വെച്ച് ഇടിച്ചാലും ബസ് വെച്ച് ഇടിച്ചാലും അപ്പോഴാണ് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ബസ് എടുത്ത് വെറുതെ ഒന്ന് കറങ്ങിടക്കാൻ പോവാണ് കേട്ടോ. 1 മിനിറ്റ്. ഇവിടെ എന്താ ആക്സിഡൻ്റ് ആയോ? ആ ഓമണിക്കാരൻ ആ വണ്ടിയെ താങ്ങിയെന്നുണ്ട്. ഇവന്മാരിപ്പോൾ ഇവിടെ ബ്ലോക്ക് ആക്കിയല്ലോ. അത് കുഴപ്പമില്ല, നമുക്ക് ഇപ്പുറത്തെ വഴി കൂടെ എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ എന്താ കുഴപ്പം? ഓക്കെ, നമ്മളങ്ങനെ ഇവിടുന്ന് സ്പീഡിൽ പോവാണ്. ഈ വണ്ടി ഇപ്പം തന്നെ 50 കടന്നു കേട്ടോ. എത്ര പെട്ടെന്ന് സ്പീഡ് കയറിയ. നിൽക്ക് ആ JCB കാരനൊന്ന് കയറി പൊക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ മേത്ത് കാത്തിട്ട്. ഇവിടെ വീണ്ടും ആക്സിഡൻ്റ് ആയ. 1 മിനിറ്റ്. ആ വണ്ടിയുടെ മുമ്പിൽ എന്തോ ബസ്സൊക്കെ ഉണ്ടല്ലോ. Z1 ആണ് മോഡ്. ഇപ്പം തന്നെ ട്രാവലറിനടിച്ചാണ്. ഇതേ കണ്ട, ഇവിടെ ഒരു കൊമ്പനാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അത് കൊമ്പൻ തന്നെയാണ്. അവിടെ ദാവൂദ് എഴുതിയിട്ടുണ്ട്. ഇതേത് റെഡ് ബസ്? ഈശ്വരൻ എൻ്റെ വണ്ടിയാണെന്നുണ്ട്. അതിലാട്ട്. അവിടെ ഒരു കാറുകാരൻ തമ്മിലടിച്ചിട്ടുണ്ട്, വേറെ കാറുകാരനെ. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് സ്പീഡിൽ വീടുക. ഇവിടെ വീണ്ടും ആക്സിഡൻ്റ് ആയാ. എനിക്ക് കാത്തിരിക്കാൻ വയ്യ. നമുക്കൊരു കാര്യം ചെയ്യാം, ലോറിക്കാരൻ ഇടിക്കാം. ഇന്നാ പിടിച്ചോ? അല്ല പിന്നെ. ഞാൻ ഇടിച്ചപ്പോൾ ആൾക്ക് ബോധം വന്നു. ആള് നേരെ വണ്ടി എടുത്തങ്ങ് സ്ഥലം വിട്ടു. അവനെ വിടാൻ പറ്റില്ല. ശരി എന്നാ. ആള് കറിഞ്ഞിട്ടില്ല കണ്ടടിക്കുന്നു. വെറുതല്ല അവരിടിച്ച്. ഓക്കെ, ഈ നഗരം അതും കഴിയട്ടെ. ഇവിടെ ഫുള്ള് ബിൽഡിങ് അല്ല കടകള്. നമുക്കാണെങ്കിൽ ചായ കുടിച്ചിട്ടൊക്കെ വരായിരുന്നു. ഇയാൾ ഇതിനെ സ്ഥലം ബ്രേക്കിട്ട്. മുമ്പിന് ബസ് പറഞ്ഞു. ലണ്ടൻ്റെ വണ്ടിയാ. വേറെ മൂൺലൈറ്റ്. നിങ്ങളത് കണ്ടോ? അതെനിക്കറിയില്ല. ഞാൻ കണ്ടു. അതൊന്നുമില്ലാവട്ടെ, നമുക്കല്ലിക്കാലം മുന്നോട്ട് കുതിക്കാം. ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട്. സ്പൈഡർമാൻ്റെ മറ്റേ ഫൈറ്റേഴ്സൊക്കെ പോയാലോ. അത് പിന്നെ ലിവറിയാണ്, Z1 ലിവറി. ആ കാറുകാരപ്പോൾ തെറിച്ചു പോയെന്ന്. ആൾക്കൊന്നും പറ്റിയില്ല, പക്ഷെ നമ്മുടെ വണ്ടിക്ക് പറ്റി. നമുക്ക് ആൾക്കാർ ഇവിടെ നിന്ന് പോവാം. എന്തിലോട്ട്? ബാക്കിലൊരു ലോറി. ഇതെന്താ സംഭവം? എൻ്റെ അമ്മച്ചി, അതാ സംഭവം. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ വണ്ടി അവിടെ താങ്ങി. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുറച്ച് പോസൊക്കെ ആയിട്ട് വന്നേക്കാണ്. നമുക്കിനി ഇവിടെ നിന്ന് സ്പീഡ് വിടാം. നമ്മളിവിടെ നിന്ന് നേരെ പോയപ്പോൾ ഒരു മറ്റേ കൊമ്പൻ ദാവിൻ്റെ ബാക്കിലൊരു ബസ്സാണ് റെഡ്. അത് സിംഹത്തിൻ്റെ ബസ്സാണ്. ഭാഗ്യമുണ്ട് ഈ ലോറിക്കാരൻ്റെ ടാങ്കർ പൊട്ടി തെറിച്ചില്ല. അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമാണ്, നമ്മുടെ വണ്ടി എയറിൽ പോയനെ. എനിക്കെന്ത് ചെയ്യാനുള്ള വല്ല വൈരാഗ്യം ഉണ്ടോ? എന്തിലാവട്ടെ. ഈ ഗെയിമിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടികളായതുകൊണ്ട് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്യാൻ പാടാ. എയർ ട്രാവലർ. ജസ്റ്റ് മിസ്. കണ്ട ലണ്ടൻ്റെ വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ലണ്ടനാണ് ഈ ഗെയിമിലത്തെ മെയിൻ സാധനം. മുമ്പിൽ KSRTC സ്വിഫ്റ്റ് ഒക്കെ ഉണ്ട്. സ്വിഫ്റ്റ് ഓറഞ്ച് കളറല്ലേ? ഇന്നത് ബ്ലൂ കളറിൽ എന്താണാവോ? ഇതെന്തത്? ഇയാൾ സാധനം ബൈക്കുണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സിംഹംകാരനെ ഇപ്പം നമ്മൾ ഇടിച്ചിട്ടാണ്. ഇവന്മാർ നോക്കി ഓടിക്കത്തൊന്നുമില്ല, നമുക്ക് വെറുതെ പണി തരും. എന്താണോ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വന്നത്. അല്ലാണ്ട് ഇത്ര സിമ്പിളായിട്ട് വന്നാൽ ആരും വിചാരിക്കരുത്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. സൈഡിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുണ്ടായിക്കോട്ടെ.
ഓക്കെ സൈഡിൽ ഒരു കൊമ്പൻ ദാവത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇത് വീണ്ടും മുകളിലായിട്ട് പോയി. അത് മുകളിലായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മുടെ വണ്ടി ഒരു മുകളിലായിട്ടാണ്. ഇത് വൈൽഡ് ബോയ് ആണ്, അങ്ങനെ തോന്നുന്നുണ്ട്. അയ്യോ മുമ്പിൽ നിന്ന് ആ JCB കാരനാണ് നമ്മൾ അടിച്ചത്. അയാളിപ്പോൾ അവിടെ നിന്ന് വന്നത് ആ ജോലി തിരക്കടിക്കും, അതുകൊണ്ടായിരിക്കും ഇത്ര സ്പീഡ് വന്നത്. ഇതിൽ ചില വണ്ടികൾ ജെറ്റ് പോണ പോലെ പോകണ്ട. അതെന്തായാലും നല്ലൊരു കാര്യമല്ല. നിൽക്ക് ഈ കാറുകാരനെ ഇയാൾക്ക് വഴി കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇയാൾ ഹോണിച്ച് ഷെല്ലാക്കും. സോറി ഗൈസ്, ഭയങ്കര ജലദോഷമല്ല തുമ്മൽ. അയ്യോ പിന്നെ ഞാൻ പിന്നെ കുറേ പേര് ചോദിച്ചു ബ്രോ എന്താ ബസ് സിമുലേറ്റർ കേരള കളിക്കാത്തതെന്ന്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗെയിമിലില്ലേ ഡാറ്റ ഉണ്ട്. നമ്മളെ സാധാരണ ഗെയിമിൽ പോലെ അല്ല, ഈ ഗെയിമിൽ വല്ലാത്ത ഡാറ്റ വേണം. നമ്മുടെ വേറെ ഗെയിംസിലാണെങ്കിൽ കുറച്ച് ഗെയിംസിൽ ഡാറ്റ ഉണ്ടാവില്ല, പക്ഷേ ഈ ഗെയിമിന് നല്ല ഡാറ്റ വേണം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ ബസ്സിനൊരു പ്രത്യേകത ഉണ്ട്, കുറേ മോഡ്സൊക്കെ ഉണ്ട്. ഓക്കെ ഇവിടെ ഫസ്റ്റത്തിൽ ഇവിടെ കുറേ ബൾബ് കാണാൻ പറ്റുന്നില്ലേ, അതിൽ ബൾബ് വണ്ണമർത്തി കഴിഞ്ഞാൽ അതിൽ ആ KSRTC കാരണം വഴി കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവിടെ ഹോൺ അടിച്ച് നശിപ്പിക്കും. കണ്ടില്ലേ ബൾബ് വണ്ണമർത്തിയപ്പോൾ മുന്നിലത്തെ അവൻ്റെ നെയിം പ്ലേറ്റ് ഇല്ലേ അത് കത്തുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ രണ്ടാമത്തെ അമർത്തി കഴിഞ്ഞാൽ ഈ സൈഡിൽ അതും കത്തും. പിന്നെ മൂന്നാമത്തെ അമർത്തി കഴിഞ്ഞാൽ ഇൻറ്റീരിയറിലത്തെ ലൈറ്റ് കത്തും. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം, ഞാൻ കണ്ടില്ലേ. ഈ മോഡ് ഞാൻ അത്യാവശ്യം ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അത് മറ്റേ ലൈറ്റ് മാറ്റാനാണ്. നമുക്ക് ഈ ലൈറ്റിൽ വണ്ടി ഓടിക്കാം. നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ലൈറ്റുകളൊക്കെ. ഇത് രാവിലെ രസം ഉണ്ടാവില്ല, പക്ഷെ രാത്രി കാണുമ്പോൾ മോനെ സീൻസാണ്. ഇവിടെ ചേച്ചി നടന്നു പോകുന്നുണ്ട്. ഒരു മിനിറ്റ്, ഈ ഓമണിക്കാരൻ അല്ല, ഇയാൾ അങ്ങോട്ട് തന്നെ വലിച്ചോണ്ട് പോണ്. വണ്ടി എടുത്ത് ഇയാൾക്ക് നമുക്ക് ഇയാളെങ്ങനെ മാറ്റാൻ നോക്കാം. ഓക്കെ അങ്ങനെയൊക്കെ മാറ്റാൻ നോക്കിയിട്ടുണ്ട്. അയ്യോ നോക്ക് ഭാഗ്യം ഈ ബസ്സുകാരനോട് അടിച്ചില്ല. ഇയാൾമാർ നോക്കി തുടങ്ങിയില്ല കേട്ടാ. ഇയാൾക്ക് വേണമെങ്കിൽ എന്നെ ഓവർടേക്ക് ചെയ്യാം, അതൊന്നും പറ്റില്ല. അവർക്ക് എൻ്റെ മുമ്പിൽ തന്നെ അലമ്പുണ്ടാക്കണം. ഇതെന്തോ സ്റ്റിയറിങ് തിരിയാത്ത, നമുക്ക് അവിടെയാണ് നിർത്തണ്ട. നമുക്ക് നല്ല ഹൈറ്റിൽ ലെഫ്റ്റിലേക്ക് തിരിക്കാം, സോറി റൈറ്റിലേക്ക് ഇരിക്കാം. ഓക്കെ നമ്മളങ്ങനെ അതെ വീണ്ടും കുടുങ്ങി. ഇതെന്ത് അവസ്ഥ അടവ്. ഓക്കെ നമ്മുടെ ഏകദേശം ഡെസ്റ്റിനേഷൻ്റെ അടുത്തെത്തി. ഓക്കെ നമ്മളടുത്ത് എത്തിയിരിക്കുന്നു ഗൈസ്. ഓക്കെ ഇനി നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം, എനിക്ക് വയ്യ. അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോ കാണാം കേട്ടോ. ഇതേപോലത്തെ വീഡിയോസ് വീണ്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു.